റിസൾട്ട് നോക്കാൻ വേണ്ടി വല്ല മെച്ചം ഉണ്ടാവും. ഇതെന്തിനെ പേടിച്ചില്ല, ഞാൻ മാത്രമേ ചിലപ്പോ ജയിച്ചുള്ളൂ. ഞാനിന്ന് ജയിച്ചോലോ സ്കൂളില്, ഞാനിന്ന് ജയിച്ചോലോ സ്കൂളില്. പഠിച്ച റബ്ബേ, എങ്ങോട്ടാണോ ഈ തുള്ളിച്ചാടി പോണേ? ഇതൊന്ന് വേഗം പേടില്ല, ഞാൻ റിസൾട്ട് ഒക്കെ മുട്ടിക്കാണ്. മുഹമ്മദ് ആസിന് ഈ പൊട്ടം വരെ അവിടെ ജയിച്ചു. അല്ല, ജാസിന്റെ ചൊടുക്കണ്ട് എന്റെ പേരില് തപ്പില്ലേ? ഞാൻ താഴത്തോടൊക്കെ നോക്കി. എന്നൊരു കാര്യം കേട്ടോ, പ്രാവശ്യം തോറ്റു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ അപ്പുറത്തോണ്ട് നോക്കിട്ടല്ലേ ഇതില്. നന്നായി നോനും തോറ്റിക്കണ്. എന്റെ മജ്ജത്തി ഇറക്കും. പബ്ജിയിൽ വരെയൊക്കെ മാത്രല്ല ഫോണായിട്ട് വേറെ പരിപാടി ഉണ്ട്. നടക്കി വരും. അങ്ങനെ സ്കൂളിൽ തോറ്റോനെ നമ്മൾ നേരെ കൊണ്ടുപോയി ചേർത്തിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സിലാട്ടോ. 1ാം ക്ലാസ് മുതൽ പ്ലസ് 2 വരെയുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അസിസ്റ്റന്റ് ടെസ്റ്റ് നടത്തി ആ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ആ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാട്ടോ അവർക്കുള്ള ക്ലാസ്സോ അവർക്കുള്ള ടീച്ചറിനെ സെലക്ട് ചെയ്യും. ഇതിനുവേണ്ടി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ വർക്ക് ഷീറ്റ്, മെറ്റീരിയൽസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഓലി നമുക്ക് അയച്ചിട്ടുണ്ട്. അല്ലട്ടോ, ഹാൻഡ് റൈറ്റിംഗ് വീക്ക് ആയിട്ടുള്ള കുട്ടികളെ, തീരെ കൂട്ടി വായിക്കാൻ അറിയാത്ത, റീഡിംഗിൽ പ്രശ്നമുള്ള കുട്ടികളെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാവരോടും സിമ്പിളായി നടത്താൻ വേണ്ടിയിട്ടും ഈ ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, മലയാളം, അറബിക്ക്, ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ എല്ലാ ഭാഷകളിലും ഫൗണ്ടേഷൻ ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവരുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ.